ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകി. മധുരാനഗരം ദഹിപ്പിച്ച ശേഷം മധുര വിട്ട കണ്ണകി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടെ കേരളത്തിലെ പലയിടങ്ങളിലും വിശ്രമിച്ചു എന്നാണ് വിശ്വാസം. ഈ യാത്രക്കിടെ കണ്ണകി ആറ്റുകാലിലും എത്തിയതായാണ് പറയപ്പെടുന്നത്. കണ്ണകി ആറ്റുകാലിലെത്തിയപ്പോ അവിടുത്തെ സ്ത്രീകൾ ആദരവോടെയും സ്നേഹത്തോടെയും ദേവിക്ക് നൽകിയ സ്വീകരണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പൊങ്കാല. യാത്ര കഴിഞ്ഞെത്തിയ ദേവിക്ക് അവിടുത്തെ സ്ത്രീകൾ തങ്ങളുടെ വീടുകളിലുണ്ടായിരുന്ന അരിയും ശർക്കരയും ഉപയോഗിച്ച് പായസം പാകം ചെയ്ത് നിവേദിച്ചു എന്നാണ് സങ്കല്പം. ഇതിന്റെ പ്രതീകമായാണ് ഇന്നും ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലമ്മയ്ക്ക് മൺകലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ചടങ്ങ് എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലും ആറ്റുകാൽ പൊങ്കാല ഇടം പിടിച്ചിട്ടുണ്ട്. ആറ്റുകാല് പൊങ്കാലയാണത്രേ. നമുക്കും പോയാലോ? 10th ആയപ്പോഴാണോ അതോ 10th കഴിഞ്ഞിട്ടാണോ എന്ന് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും എന്റെ പരീക്ഷ സംബന്ധിച്ചായിരുന്നു ആ ഒരു ഐഡിയ അമ്മയുടെ തലയിൽ വന്നത്. താൻ പാതി ദൈവം പാതി എന്നല്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ നോക്കിയിട്ടും പകുതിയേ ആയുള്ളൂ മാർക്ക് എന്നുള്ളത് വേറെ കാര്യം. ജനറൽ കമ്പാർട്ട്മെന്റിൽ അടിച്ച് ഇടിച്ച് തറയിൽ സീറ്റും പിടിച്ച് ഞെങ്ങി ഞെരുങ്ങി ഇങ്ങ് തിരുവനന്തപുരത്തേക്കൊരു വരവുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് പൊങ്കാല മഹോത്സവം കാണുന്നതും അറിയുന്നതും അതിന്റെ ഭാഗമാവുന്നതും. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ ശ്രുതിയെ, എന്നാ പിന്നെ ഇവിടെ അങ്ങ് താമസിച്ചൂടെ എന്ന് സാക്ഷാൽ ദേവി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും.